ഹായ്, ഞാൻ അൻസാർ കെ.ടി, CEO ഫൗണ്ടർ ഹാർവസ്റ്റ് കൊച്ചിൻ സ്കൂൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മക്കൾക്ക് ഏത് സമയം തൊട്ടാണ് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ LKG മുതൽ +2 വരെ നല്ല രീതിക്ക് പഠിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്നിരുന്നാൽ പോലും വളരെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതലാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി നിർബന്ധമായിട്ട് നല്ല രീതിയിൽ കുട്ടി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അവർക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഈ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ പഠിച്ചത് കൊണ്ട് എന്താ കാര്യം എന്നുള്ളത്. സത്യമായിട്ട് പറയാം, സ്കിൽ ബേസ്ഡ് തന്നെയാണ് കാര്യങ്ങൾ. നല്ല സ്കില്ലുള്ള ആളുകൾക്ക് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഈ സ്കില്ല് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ അവർക്കൊരു ബേസിക് ആയിട്ടുള്ള നോളജ് നിർബന്ധമായിട്ട് വേണം. അതായത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സമയങ്ങളിൽ അവർക്ക് കൃത്യമായ ക്ലാസ്സുകളും കൃത്യമായൊരു പെർഫോമൻസും അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ളൊരു കൃത്യമായ അറിവും അവർക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്താ വെച്ചാൽ ഹൈസ്കൂളിൽ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഹയർ സെക്കൻഡറിയിൽ ഭയങ്കരമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. കാരണം ഹയർ സെക്കൻഡറി ആകുമ്പോഴേക്കും അവർക്കും കുറച്ചുകൂടി പ്രായം കൂടും, അപ്പോൾ മാർക്ക് വാങ്ങണം എന്നൊക്കെ ഒരു ബോധം അവരുടെ മനസ്സിലും വരും. പിന്നെ രക്ഷിതാക്കളും പിന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെയുള്ള പ്രശ്നം കാരണം അവർക്ക് ഹയർ സെക്കൻഡറി നല്ലോണം പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കും. പക്ഷേ ആ കുട്ടികൾക്ക് വേണ്ടത്ര പെർഫോമൻസ് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയൊരു കാരണം അവർ ഹൈസ്കൂൾ സെക്ഷനിൽ വേണ്ടത്ര കെയർ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ചുറ്റുപാടും 7ാം ക്ലാസ് കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 8, 9, 10 ക്ലാസ്സുകൾ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൂടിയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക, ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും മികച്ച IITകളും എയിംസുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്തിട്ട് വരുന്ന മക്കളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു അവസ്ഥ വരാനുള്ള കാരണം? അവർക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും, അതായത് 8ാം ക്ലാസ് മുതൽ തന്നെ കുട്ടിക്ക് നല്ലൊരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹാർവസ്റ്റുമായിട്ട് ബന്ധപ്പെടാം. കാരണം നമുക്കിവിടെ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഹൈസ്കൂൾ സെക്ഷനിൽ CBSE സ്റ്റേറ്റ് ബാച്ചുകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ നല്ലൊരു ബേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ മക്കളെ 7ാം ക്ലാസ് വരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കയ്യിൽ കിട്ടും, പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ രക്ഷിതാക്കളെ കൊണ്ട് പറ്റും. എന്നാൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോഴേക്കും രക്ഷിതാക്കളുടെ അറിവുകൾ അവർക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടത്ര അറിവ് രക്ഷിതാക്കൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉപ്പ ഗൾഫിലായിരിക്കാം, ഉമ്മ നാട്ടിലുണ്ടാവുക, ഉമ്മാക്കാൻ ഒരുപാട് പരിമിതികളുണ്ടാവും. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് അവരെ നല്ലോണം നോക്കുന്നുണ്ട്, നല്ല ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്, നല്ല ഫീസ് കൊടുത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ എന്നാൽ പോലും അവർ അക്കാഡമിക്കലി അവർ എത്രത്തോളം ഉയർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ, അക്കാഡമിക് സെക്ഷനിൽ അവരുടെ പൊസിഷൻ എവിടെയെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ രക്ഷിതാക്കൾക്ക് ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ രക്ഷിതാക്കളെ സഹായിക്കാൻ ഒരു പക്ഷേ ഹാർവസ്റ്റിനെ കൊണ്ട് പറ്റും. കാരണം രാവും പകലില്ലാതെ മക്കളെ പഠനവും മറ്റു കാര്യങ്ങളും മോറൽ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഹോസ്റ്റൽ സംവിധാനത്തിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് അവർക്ക് കൊടുക്കുന്നത്. കൃത്യമായി എങ്ങനെ പോകണം, എവിടേക്ക് എത്തണം എന്ന രീതിയിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സംഗതികളും ഹാർവസ്റ്റിൽ ലഭ്യമാണ്. 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു യൂണിവേഴ്സിറ്റി അടുത്ത സ്കൂൾ ഏതാണെന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഹൈസ്കൂൾ സെക്ഷനിൽ നല്ലൊരു ഫൗണ്ടേഷനോട് കൂടി നല്ലൊരു മോറൽ അറ്റ്മോസ്ഫിയറിൽ മക്കളെ പഠിപ്പിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എന്തായാലും ഹാർവസ്റ്റിൽ ഒന്ന് എൻകറേജ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാർക്ക് കുറവുള്ള കുട്ടികൾക്കും മാർക്ക് കൂടുതൽ കുട്ടികൾക്കൊക്കെ അവർക്ക് അനുയോജ്യമായ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഹാർവസ്റ്റിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സിലബസിലും CBSE സിലബസിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹാർവസ്റ്റിൻ്റെ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ, ഹാർവസ്റ്റിൻ്റെ ചുറ്റുപാടിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മെയ് 5, 6, 7 തീയതികളിൽ നമ്മളൊരു സമ്മർ ക്യാമ്പ് വെക്കുന്നുണ്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം അത് തികച്ചും സൗജന്യമാണ്. കുട്ടികൾക്ക് ഈ സെക്ഷനിലുള്ള കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാനും ഒരു പക്ഷേ ഈ ക്യാമ്പ് കൊണ്ട് സഹായിക്കും. അപ്പോൾ വൈകരുത്, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു.